الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم شيخ الإسلام ابن تيمية رحمه الله അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ, അതിന്റെ ചില ഉസൂലുകൾ, സുപ്രധാനമായ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചെറിയ ഒരു കവിതയാണ് അൽ ഖസീദത്തുൽ ലാമിയ. അതിന്റെ ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം അദ്ദേഹം ആരംഭിക്കുകയാണ്. ഹുബ്ബുസ് സ്വഹാബതി കുല്ലിഹിം ലീ മദ്ഹബു വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു. എല്ലാ സ്വഹാബിമാരോടും സ്നേഹം വെച്ച് പുലർത്തുക, അവരെ സ്നേഹിക്കുക എന്നതാണ് എന്റെ മദ്ഹബ്. സഹാബികളുടെ വിഷയത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതാണ്. അവരെല്ലാവരെയും സ്നേഹിക്കുക, അവരിൽ ചില ആളുകളെ മാത്രം സ്നേഹിക്കുക, മറ്റു ചിലരെ വെറുക്കുക എന്നതല്ല. പിന്നീട് പറഞ്ഞു വമവദ്ദത്തുൽ ഖുർബ, നബിയുടെ കുടുംബത്തെ, നബി കുടുംബത്തെ ഇഷ്ടപ്പെടുക. അതും അഹ്ലുസുന്നയുടെ വിശ്വാസമായി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ബിഹ അതവസ്സലു, ഈ രണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ടും ഞാൻ അല്ലാഹുവിനോട് തവസ്സുലാക്കുന്നു. എന്നിട്ട് പറഞ്ഞു വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലു, എല്ലാ സ്വഹാബിമാർക്കും അവർക്ക് മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള ശ്രേഷ്ഠതകളും പദവികളുമുണ്ട്. ലാകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ളലു, പക്ഷേ ആ സ്വഹാബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. ഇതാണ് ഈ കവിതയുടെ തുടക്കം. ഇതാണ് സഹാബികളെ കുറിച്ചുള്ള അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അത് വിവരിച്ചുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഈ കവിത ആരംഭിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില ഷിയാക്കൾ, റാഫിദികളായ ഷിയാക്കൾ, സഹാബികളെ ചീത്ത പറയുന്ന, അവരെ കാഫിറാക്കുന്ന, അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്ന റാഫിദികളായ ആളുകൾ അവർ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ അവർക്കുള്ളൊരു മറുപടിയായിക്കൊണ്ടാണ് സഹാബികളുടെ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം എന്താണ് എന്ന് അദ്ദേഹം ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നത്. ഒരു മുഅ്മിൻ, അവൻ അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിക്കാൻ കഴിയും. അതിൽ ഒരു കാര്യം എന്താണ്? വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരാളെ ഇഷ്ടപ്പെടുന്നത് അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. ആ ഇഷ്ടപ്പെടുന്നതിന് പിന്നിൽ ഭൗതികമായ നേട്ടങ്ങളോ ഒന്നുമാകരുത്. അല്ലാഹുവിന് വേണ്ടി മാത്രം ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഈമാനിന്റെ മാധുര്യം നുകരാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന തെളിവുകളൊക്കെ അതെല്ലാം സ്വഹാബികളെ, അവരെ സ്നേഹിക്കുന്നതിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. കാരണം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏറ്റവും അധികം സ്നേഹിക്കപ്പെടാൻ അർഹരായവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളാണ്, ആ റസൂലിന്റെ അനുചരന്മാരാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഇനി ആരാണ് സഹാബി? സഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? പണ്ഡിതന്മാർ അതിന് നിർവചനം നൽകുകയാണ്. من لقي النبي صلى الله عليه وسلم مؤمنا به ومات على الإيمان, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ജീവിതകാലത്തിൽ മുഅ്മിനായിക്കൊണ്ട്, ആ നബിയിൽ വിശ്വസിച്ചുകൊണ്ട് ആ നബിയുമായി സഹവസിക്കുകയോ നബിയെ കാണുകയോ ചെയ്ത ആളുകൾ, അതോടൊപ്പം അവർ മരണപ്പെടേണ്ടതും മുഅ്മിനായിക്കൊണ്ട് തന്നെയാണ്. അങ്ങനെ നബിയുടെ ജീവിതകാലത്ത് നബിയെ കണ്ടുമുട്ടുകയും നബിയിൽ വിശ്വസിക്കുകയും മുഅ്മിനായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്തവരാണ് സ്വഹാബികൾ എന്നുള്ളത്. ഇതിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, പക്ഷേ അയാൾ നബിയിൽ വിശ്വസിച്ചില്ല. പിന്നീട് നബിയുടെ മരണശേഷം അയാൾ നബിയിൽ വിശ്വസിച്ചാൽ അയാൾ സഹാബിയാവുകയില്ല. അതുപോലെ തന്നെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നബിയിൽ വിശ്വസിച്ചു, അയാളും സഹാബിയുടെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു, പക്ഷേ അവിടുന്ന് ഖബറടക്കിയിട്ടില്ല. അതിനു മുൻപ് നബിയെ കണ്ടവർ അവരും സഹാബികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല. കാരണം ചില ആളുകൾ നബിയെ കാണുന്നതിനു വേണ്ടി
വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ അവർ മദീനയിലേക്ക് എത്തിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്തയാണ് അവർ കേട്ടത്. അങ്ങനെ മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ആളുകൾ അവരും സഹാബികളുടെ ഇനത്തിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ മുഹമ്മദ് നബി ആകുന്നതിന് മുൻപ് നബിയെ കണ്ടുമുട്ടിയ ആളുകൾ, ഉദാഹരണമായി വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹം മുഹമ്മദ് നബി ആകുന്നതിന് മുൻപ് അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷെ നബി ആയതിനു ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹവും അവരൊന്നും സഹാബികളുടെ ഇനത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി സഹവസിക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അതോടൊപ്പം ഈമാനിലായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്തവരാണ് സഹാബികൾ എന്ന് പറയുന്നത്. ഈ സഹാബികളോടുള്ള സ്നേഹം അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് തന്നെ സഹാബികളുടെ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചില സുപ്രധാന ചില അടിസ്ഥാനങ്ങൾ, ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് സഹാബത്തിനോടുള്ള ഇഷ്ടമാണ്. ഹുബ്ബു സഹാബ, സഹാബത്തിനെ സ്നേഹിക്കുക എന്നത് അത് നിർബന്ധമായ കാര്യമാണ്. കാരണം ഇസ്ലാമിൽ നമ്മെക്കാൾ മുൻകടന്ന ആളുകളാണ്. നബിയുടെ കൂടെ, നബിയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കുകയും നബിയുമായി സഹവസിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹാബികളെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അവരെ വെറുക്കാൻ പാടില്ല, അവരെ കുറ്റം പറയാൻ, അവരെ ആക്ഷേപിക്കാൻ ഒന്നും നമുക്ക് വകുപ്പില്ല. ഇനി സഹാബത്തിനെ സ്നേഹിക്കാൻ, അവരെ ഇഷ്ടപ്പെടാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നൽകിയതായി കാണാം. ഒന്നാമത്തേത്, നാം എല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ് സഹാബികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുവോ, അള്ളാഹു ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അവരെയും നാം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു വിഭാഗമാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ്. അതുകൊണ്ട് നാമും ആ വിഭാഗത്തെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അതാണ് സഹാബികളെ സ്നേഹിക്കാൻ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന, നയിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, സഹാബികളെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ. അൻസാറുകളെ സ്നേഹിക്കുക മുഅ്മിനീങ്ങൾ മാത്രമാണ്. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ. അവരോട് വെറുപ്പ് കാണിക്കുക, അവരെ വെറുക്കുന്നത് അവർ മുനാഫിക്കുകളായിരിക്കും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്. ആരെങ്കിലും അവരെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നതാണ്. വമൻ അബ്ഗളഹും അബ്ഗളഹുല്ലാഹ്. ആരെങ്കിലും അൻസാറുകളെ വെറുത്താൽ അള്ളാഹു അവരെയും വെറുക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ കോപം നമുക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ സഹാബികളെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക, അത് അതിനുള്ളൊരു മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. മൂന്നാമതായി, സഹാബികളെ സ്നേഹിക്കുക എന്നത് അത് നമ്മുടെ ദീനിന്റെ, ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ. ഈമാനിന്റെ അടയാളമാണ് അൻസാറുകളെ സ്നേഹിക്കുക. വ ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. നിഫാഖിന്റെ അടയാളമാണ് അൻസാറുകളോട് അവരെ വെറുക്കുക എന്നുള്ളത്. ഇത് അൻസാറുകളുടെ വിഷയത്തിലാണെങ്കിലും മുഹാജിറുകൾ അവരെക്കാൾ യോഗ്യരാണ്. കാരണം അൻസാറുകളെക്കാൾ ഒരുപടി ഉയർന്നതാണ് മുഹാജിറുകൾ. അവർ ദീനിനു വേണ്ടി തങ്ങളുടെ നാടും കുടുംബവും എല്ലാം ഒഴിവാക്കി അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് അൻസാറുകളുടെ വിഷയത്തിലാണ് ഇത് വന്നതെങ്കിലും മുഹാജിറുകൾ അതിനേക്കാൾ അർഹരാണ്, യോഗ്യരാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നാലാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിതരാണ് സഹാബികൾ. ആ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് റസൂലിനെ സ്നേഹിക്കുന്ന നാം ആ റസൂലിന്റെ സ്നേഹിതന്മാരായ ആളുകൾ അവരെയും സ്നേഹിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം അസ്സഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഹുബ്ബു അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻവാനു മഹബ്ബതിഹി വബുഗ്ദുഹും ഉൻവാനു ബുഗ്ദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ സ്നേഹിക്കുക എന്നത് അത് നബിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ആ സഹാബികളെ വെറുക്കുക എന്നുള്ളത് നബിയോട് വെറുപ്പ് കാണിക്കുന്നതിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അഞ്ചാമത്തെ മാർഗം, സഹാബികൾ അവർ നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ്. ഈ ദീനിന്റെ തുടക്കകാലത്ത് ഈ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചവരാണ്. റസൂലിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരാണ്. നാടും കുടുംബവും സ്വത്തുമെല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചവരാണ്.
അങ്ങനെ സഹാബികൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ധാരാളം മേന്മകളും മഹത്വങ്ങളുമുണ്ട്. അതുപോലെ നമ്മുടെ ദീനിന്റെ ഹുക്കുമുകൾ, നാം പ്രവർത്തിക്കുന്ന ഏത് കാര്യവും അതിന്റെ ഹുക്കുമുകൾ അത് നബിയിൽ നിന്ന് നമുക്ക് അറിയിച്ചു നൽകിയവർ, ഈ ദീനിന്റെ വാഹകർ, അവരാണ് സഹാബികൾ. അതുകൊണ്ട് നമ്മുടെ എല്ലാ വിജയത്തിന്റെയും അതിന്റെ ഒരു പങ്ക്, ഈ ദീനിന്റെ എല്ലാ ഹുക്കുമും നമുക്ക് അറിയിച്ചു നൽകിയതിന്റെ ഒരു കൂലി അത് സഹാബികൾക്ക് ലഭിക്കും. ഇത്രയും മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള സഹാബികളെ നാം അങ്ങേയറ്റം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഒരു ഉദാഹരണം പറയുന്നതായി കാണാം. ഒരാൾ ദാഹിച്ച് വലഞ്ഞ് നടക്കുകയാണ്. അവന് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം നൽകി. ആ വെള്ളം നൽകിയ വ്യക്തിയോട് അവരങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരിക്കും. എന്നാൽ നിനക്ക് വേണ്ട നിന്റെ വിജയത്തിന്റെ എല്ലാ മാർഗങ്ങളും നിനക്ക് അറിയിച്ചു നൽകിയ ഈ സഹാബ, ഈ ദീൻ നിനക്ക് അറിയിച്ചു നൽകിയ സഹാബത്ത്, അവരെ നീ എത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സഹാബത്തിനെ ഇഷ്ടപ്പെടുക, അതാണ് ഒന്നാമത്തെ മാർഗം. ഒന്നാമത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ ഉസൂൽ, അടിസ്ഥാനം അതാണ്. ഇമാം ത്വഹാവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹുബ്ബുഹും ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ. സഹാബികളെ സ്നേഹിക്കുക എന്നത് അത് ദീനാണ്, അത് ഈമാനാണ്, അത് ഇഹ്സാനാണ്. വബുഗ്ദുഹും കുഫ്റുൻ വ നിഫാഖുൻ വ തുഗ്യാൻ. അവരെ വെറുക്കുക എന്നത് അത് കുഫ്റാണ്, അത് നിഫാഖാണ്, അത് അതിക്രമമാണ് എന്ന് ഇമാം ത്വഹാവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഖീദയിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുൻഗാമികൾ അവരൊക്കെ പറയാറുണ്ട്. ഇമാം ഫുദൈൽ ബിൻ ഇയാദ് അദ്ദേഹം പറയുകയാണ്, ഔസഖു അമലി ഫീ നഫ്സി, അല്ലാഹുവിന്റെ പക്കൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഏതാണത്? ഫീ നഫ്സി ഹുബ്ബി അബാ ബക്രിൻ വ ഉമറ വ അബാ ഉബൈദത വ ഹുബ്ബി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മഈൻ. അബൂബക്കറിനെയും ഉമറിനെയും അബൂ ഉബൈദ അതുപോലെ എല്ലാ സഹാബികളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവരോടുള്ള സ്നേഹം അതെനിക്ക് അല്ലാഹുവിന്റെ പക്കൽ അങ്ങേയറ്റം പ്രതിഫലം ഞാൻ പ്രതീക്ഷിക്കുന്ന അമലാണ് എന്ന് മഹാന്മാരായ മുൻഗാമികൾ അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് റസൂലിനെയും ആ റസൂലിന്റെ സഹാബത്തിനെയും ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം സ്നേഹിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ അവരുടെ കൂടെ നമുക്ക് എത്താൻ കഴിയും. ഇബാദത്തുകൾ കൊണ്ട് അവരോടൊപ്പം എത്തിയില്ലെങ്കിലും അവരുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്ന് റസൂലിനോട് ചോദിക്കുകയാണ്, മതസ്സാഅ, റസൂൽ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, വമാദാ അഅദത്ത ലഹാ, നീ അതിനുവേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം നമസ്കാരമോ മറ്റ് ഇബാദത്തുകളോ ഒന്നുമില്ല, മറിച്ച് ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ നീ സ്വർഗത്തിലുണ്ടായിരിക്കും. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും നീ സ്വർഗത്തിൽ എന്ന നബിയുടെ ആ വാക്ക് അതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊന്നുമില്ലായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാൻ. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം പറഞ്ഞു, ഫഅന ഉഹിബ്ബുൻ നബിയ്യ വ അബാ ബക്രിൻ വ ഉമർ, ഞാൻ നബിയെയും അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. വ അർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും, ഞാൻ അവരോടുള്ള സ്നേഹം കാരണത്താൽ സ്വർഗത്തിൽ അവരുടെ കൂടെയായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വ ഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അവരെ പോലെ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരോടുള്ള സ്നേഹം കാരണം അവരുടെ പദവിയിൽ അവരോടൊപ്പം എനിക്ക് എത്താൻ പറ്റുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സ്വഹാബത്തിനോടുള്ള ഇഷ്ടം, അവരോടുള്ള സ്നേഹം നമ്മുടെ മക്കൾക്ക്, വളർന്നു വരുന്ന നമ്മുടെ പിഞ്ചു മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. സ്വഹാബികളുടെ പേരുകൾ, അവരുടെ ചരിത്രങ്ങൾ, അവർ ദീനിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നാം പഠിപ്പിച്ചു കൊടുക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, كان السلف يعلمون أولادهم حب أبي بكر وعمر كما يعلمون السورة من القرآن. ഖുർആനിലെ ഒരു സൂറത്ത് അവരെങ്ങനെയാണോ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാറുള്ളത് അതുപോലെ അബൂബക്കറിനോടും ഉമറിനോടുമുള്ള സ്നേഹം തങ്ങളുടെ മക്കളെ അവർ പഠിപ്പിക്കാറുണ്ട് എന്ന് ഇമാം മാലിക് ബിൻ അനസ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹാബികളോടുള്ള സ്നേഹം നമ്മുടെ മക്കളിൽ നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. കാരണം സഹാബികളെ കുറിച്ച് മോശമായ പല ധാരണകളും തെറ്റായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സഹാബികളോടുള്ള ഹുബ്ബ്. രണ്ടാമത്തേത് അന്നഹും അഫ്ദലുൽ ഉമ്മത്തി ബഅദ നബിയിഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗം അവർ സഹാബികളാണ്. നന്മയിലും തഖ്വയിലും അവരെക്കാൾ ഉത്തമമായ മറ്റൊരു വിഭാഗവുമില്ല. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാഉള്ള കാര്യമാണ്. അവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു വിഭാഗം ഇനി വരാനില്ല
ഇനി അവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു വിഭാഗം അവർക്ക് മുൻപ് കഴിഞ്ഞുപോയിട്ടുമില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ തലമുറ അതെന്റെ തലമുറയാണ്, അഥവാ സഹാബികളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്ന് വരുന്ന താബിഈങ്ങൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്ന് വരുന്ന അത്ബാഉ താബിഈങ്ങൾ. ഇവരാണ് ആദ്യത്തെ 3 തലമുറകൾ. അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അത് സഹാബികളുടെ തലമുറയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹാബികളിലെ ഓരോ ആളുകളും അവർക്ക് ശേഷം വന്ന എല്ലാ വ്യക്തികളെക്കാളും അവർ മുകളിലാണ്, അവരെക്കാൾ ശ്രേഷ്ഠരാണ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിക്കുകയാണ്, അയ്യുഹുമ അഫ്ദൽ, മുആവിയതു ബിനു അബി സുഫിയാൻ അം ഉമർ ബിൻ അബ്ദുൽ അസീസ്? മുആവിയയാണോ അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ്? ഇവരിൽ ആരാണ് ഏറ്റവും മഹത്വമുള്ളതാരാണ്? മുആവിയ അത് സഹാബിയാണ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം താബിഈയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നൽ ഗുബാറ അല്ലദീ ദഖല ഫീ അൻഫി മുആവിയത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു മിൻ ഉമർ ബിഅൽഫി മറ. മഹാനായ ഉമർ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മൂക്കിലേക്ക് പ്രവേശിച്ച പൊടിപടലങ്ങൾ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യുമ്പോൾ അവിടുത്തെ ജിഹാദിൽ പങ്കെടുത്ത സമയത്തൊക്കെ മുആവിയയുടെ മൂക്കിലേക്ക് പ്രവേശിച്ച മണൽത്തരികൾ, പൊടിപടലങ്ങൾ, അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിനേക്കാൾ ശ്രേഷ്ഠമായത് 1000 തവണ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സല്ലാ മുആവിയതു ഖൽഫ റസൂലില്ലാ, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിന്റെ പിറകെ നമസ്കരിച്ച വ്യക്തിയാണ്. റസൂലുള്ളാഹി സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ മുആവിയ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ നബിയുടെ പിറകിൽ നമസ്കരിച്ച വ്യക്തിയാണ്. ഫമാ ബഅദ ഹാദാ, ഇതിനേക്കാൾ പിന്നെന്താണ് വേണ്ടത്? അപ്പോൾ റസൂലിന്റെ സഹാബിയോട് സാദൃശ്യപ്പെടുത്താൻ ഒരാളും തന്നെയില്ല. അതാണ് മറ്റൊരു സംഭവം കാണാം, മുആസ ഇബ്നു ഇമ്രാൻ റഹിമഹുല്ലാ അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിക്കപ്പെടുകയാണ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ അതല്ല മുആവിയയാണോ ഏറ്റവും ശ്രേഷ്ഠരായവർ? അദ്ദേഹം ആ സമയത്ത് കോപിക്കുകയാണ്, നന്നായി അവരോട് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യുഖാസു ബി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദുൻ, നബിയുടെ സഹാബികളുമായി ഒരാളെയും താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. എന്നിട്ട് പറയുകയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു കാതിബുഹു വസാഹിബുഹു വസിഹ്റുഹു വഅമീനുഹു അലാ വഹ്യിഹി അസ്സ വജൽ. അവിടുന്ന് പറയുകയാണ്, മുആവിയ റസൂലിന്റെ സഹാബിയാണ്, അവിടുത്തെ ഭാര്യയുടെ സഹോദരനാണ്, അതുപോലെ തന്നെ അവിടുത്തെ വിശ്വസ്തനാണ്, അവിടുത്തെ വഹിയിലെ വിശ്വസ്തനായ എഴുത്തുകാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സഹാബിയെ കുറിച്ച് മഹാനായ മുആസ ഇബ്നു ഇമ്രാൻ അദ്ദേഹം മറുപടി നൽകുകയാണ്. അതുകൊണ്ട് സഹാബികളുമായി താരതമ്യം ചെയ്യാൻ ഒരു ജനവിഭാഗവുമില്ല, അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ രണ്ടാമത്തെ വിശ്വാസകാര്യം. മൂന്നാമത്തേത്, സഹാബികൾ എല്ലാവരും അവരെല്ലാം സ്വർഗത്തിലാണ് എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. അവരെല്ലാവരും സ്വർഗത്തിലാണ്. അവരിൽ ചില ആളുകളുടെ പേരുകൾ എടുത്തു വന്നിട്ടുണ്ട്, ആ പേരുകൾ നമുക്കെന്താണ് പറയാം. അതല്ലെങ്കിൽ മൊത്തത്തിൽ അവരെല്ലാവരും സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കുക. നാലാമതായി, അവർക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ അതിനെ നാം പ്രതിരോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയാൻ പാടില്ല. ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചു, മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, അത് സഹാബികൾ ചെലവഴിച്ച ഒരു മുദ്ദോ അതിന്റെ പകുതിയോ അത്ര പോലും എത്തുകയില്ല. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ 2 കൈകൾ കൊണ്ട് വാരിയെടുക്കുന്നതാണ്. അപ്പോൾ സഹാബികൾ നാം ഒരു ഉഹുദ് മലയോളം ചെലവഴിച്ചാൽ അത് സഹാബികൾ ചെലവഴിച്ച മുദ്ദിനോളമോ അല്ലെങ്കിൽ അതിന്റെ പകുതിയോളമോ എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിൽ നിന്ന് നാം പഠിക്കേണ്ടത് സഹാബികൾ ചീത്ത പറയുക അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണ്. അതുകൊണ്ട് സഹാബികളെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ, അവർക്കെതിരെ നാം സഹാബികൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അഞ്ചാമതായി, സഹാബികളെ വെറുക്കുന്ന ആളുകൾ, അവരോട് ശത്രുത പുലർത്തുന്നവർ, അവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാമും ശത്രുത പുലർത്തേണ്ടതുണ്ട്. അവരുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരോട് കോപിക്കേണ്ടതുണ്ട്. ആറാമതായി, സഹാബികൾക്ക് വേണ്ടി തർദിയത്ത് ചൊല്ലുക, അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുക. അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരു അടയാളമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഏഴാമതായി, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനവും സ്വർഗവും ചോദിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുഹാജിറുകളും അൻസാറുകളുമായ മുഅ്മിനീങ്ങൾ, അവർക്ക് ശേഷം വന്ന മുഅ്മിനീങ്ങൾ, അവർ ഇപ്രകാരം പറയും, യഖൂലൂൻ, എന്താണ് അവർ പറയുന്നത്? റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്കും അതുപോലെ
ഈമാനോടുകൂടി ഞങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ. അവരെക്കുറിച്ച് നല്ലത് പറയുക, അവർക്ക് വേണ്ടി മഗ്ഫിറത്ത് ചോദിക്കുക. അവരെ കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കുവാനോ പാടില്ല. അതിനുശേഷം പറയുകയാണ് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. ഈമാൻ സ്വീകരിച്ച ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷവും ഒരു പകയും ഉണ്ടാക്കല്ലേ. അതുകൊണ്ട് സഹാബികളെ കുറിച്ച് നല്ലത് കരുതുക, അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതായി കാണാം. അഹ്ലുസുന്നയുടെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ് സലാമത്തു ഖുലൂബിഹിം വഅൽസിനതിഹിം ലിഅസ്ഹാബി റസൂലില്ലാ. അവരെക്കുറിച്ച് നാവ് കൊണ്ട് നല്ലത് പറയുക, ഹൃദയം കൊണ്ട് അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉസൂലാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. എട്ടാമതായി ആ സഹാബികൾ അവരെല്ലാവരും വിശ്വസ്തരാണ്, അവരെല്ലാവരും സ്വീകാര്യരാണ് എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടികൾ ഇജ്മാഉള്ള കാര്യമാണ്. അവരിൽ ഒരാളും ആക്ഷേപാർഹരായ ഒരാളും ഇല്ല. ഇതാണ് എട്ടാമത്തെ കാര്യം. ഒമ്പതാമതായി ആ സഹാബികളോടുള്ള ഇഷ്ടം, അതിൽ ഒരിക്കലും നാം അതിരുകവിയാൻ പാടില്ല. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച പരിധി എവിടെയാണോ അവിടെ നാം നിർത്തുക. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അവരെ നാം ഉയർത്താൻ പാടില്ല. അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് അവർക്ക് ഇബാദത്തിന്റെ ഒരു ഇനങ്ങളും അവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. എന്നാൽ ഷിയാക്കളായ ആളുകൾ അവർ നബി കുടുംബത്തിന്റെ വിഷയത്തിൽ അതിരുകവിന്നവരാണ്. നബി കുടുംബത്തിൽ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ അതിരുകവിന്ന വിഭാഗമാണ് റാഫിദികളായ ആളുകൾ. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയുന്നതാണ്. പത്താമതായി ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള സഹാബികളുടെ ശ്രേഷ്ഠതകൾ, അവരുടെ മഹത്വങ്ങൾ അത് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അവരോട് അടയാളമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ്. സഹാബികളുടെ ശ്രേഷ്ഠതകൾ, അവരുടെ ഫളായിലുകൾ ജനങ്ങൾക്കിടയിൽ അവരെ പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നത് സഹാബികളോട് നാം ചെയ്യേണ്ട ബാധ്യതയായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇനി സഹാബികൾക്കുള്ള ചില ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട ചില ശ്രേഷ്ഠതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രശംസിച്ചിട്ടുണ്ട്. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ട വിഭാഗമാണ്. ബൈഅത്തു റിദ്വാൻ, ഒരു മരത്തിന്റെ ചുവട്ടിൽ റസൂലിനോട് ബൈഅത്ത് ചെയ്ത സഹാബികൾ, അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നതായി കാണാം. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ താഴെ വെച്ച് താങ്കളോട് ബൈഅത്ത് ചെയ്ത ആളുകൾ, അവരെക്കുറിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു അവരെ ബാഹ്യമായും ആന്തരികമായും അല്ലാഹു അവരെ പ്രശംസിച്ചിട്ടുണ്ട്, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ കാന മിൻകും മുതഅസ്സിയൻ, നിങ്ങൾ ആരെയെങ്കിലും അനുധാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയതഅസ്സ ബി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മുഹമ്മദ് നബിയുടെ അനുചരന്മാരായ സഹാബികളെ അവർ പിൻപറ്റിക്കൊള്ളട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇന്നഹും കാനൂ അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശുദ്ധമായ പുണ്യമായ ഹൃദയങ്ങളുടെ ഉടമകളാണവർ. വഅഅമഖഹ ഇൽമൻ, അങ്ങേയറ്റം ദീനിന്റെ വിഷയത്തിൽ അറിവുള്ളവരാണവർ. വഅഖല്ലഹ തകല്ലുഫൻ, തീരെ ഒട്ടും തന്നെ ജാടയില്ലാത്തവരാണ്. എന്നിട്ട് പറയുന്നു, ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനിഹി, അല്ലാഹു അവന്റെ റസൂലിന്റെ സ്വഹാബികളായി തിരഞ്ഞെടുത്ത ആളുകളാണ്. അതുപോലെ ഈ ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു ജനവിഭാഗമാണ് സ്വഹാബികൾ. ഫഅരിഫൂ ലഹും ഫളഹും, അതുകൊണ്ട് അവരുടെ ശ്രേഷ്ഠതകൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ പഠിക്കുക. വത്തബിഊഹും ഫീ ആസാരിഹിം, അവരുടെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരുക. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവർ ശരിയായ സന്മാർഗത്തിലാകുന്നു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്തതായി റസൂലിന്റെ സഹാബികൾ അവർ മുഴുവൻ സ്വർഗത്തിലാണ് എന്നുള്ളത് അത് അവർക്കുള്ള ശ്രേഷ്ഠതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മൂന്നാമത്തേത്, അവർ ഏറ്റവും ഉത്തമമായ സമുദായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാകുന്നു നിങ്ങൾ. ഇത് ഒന്നുകിൽ സഹാബികളാണ്, അതല്ലെങ്കിൽ നബിയുടെ ഉമ്മത്ത് മൊത്തം. എങ്ങനെയായിരുന്നാലും അതിൽ ഏറ്റവും ആദ്യം ഉദ്ദേശിക്കപ്പെടുന്നത് സഹാബികളാണ്. അതുപോലെ തന്നെ സഹാബികൾ അവർ ഈ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ അത് ആകാശത്തിലുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂം അത്തസ്സമാഅ മാ തുഅത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം അത് വന്നെത്തുന്നതാണ്. അഥവാ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും.
എന്നിട്ട് പറഞ്ഞു വഅന അമനതുൽ ലി അസ്ഹാബി, ഞാൻ എന്റെ സ്വഹാബത്തിന് നിർഭയത്വമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ മരണത്തോടുകൂടി സഹാബികൾക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് വന്നെത്തുന്നതാണ്. അഥവാ നബിയുടെ കാലശേഷം സഹാബികൾക്കിടയിൽ ചില വിഭാഗം അവർ മുർത്തദ്ദുകളായി പോയിട്ടുണ്ട്. അതുപോലെ അവർക്കിടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു വഅസ്ഹാബി അമനതുൽ ലി ഉമ്മതി, എന്റെ സഹാബത്ത് ഈ ഉമ്മത്തിനുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബ അസ്ഹാബി, എന്റെ സഹാബികൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതാ ഉമ്മതി മാ യുഅദൂൻ, ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് വന്നെത്തുന്നതാണ്. അഥവാ ദീനിന്റെ കാര്യത്തിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ധാരാളം ഫിത്നകളും ബിദ്അത്തിന്റെ കക്ഷികളെല്ലാം ഉടലെടുക്കുമെന്ന റസൂലിന്റെ താക്കീതാണ്, റസൂലിന്റെ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് സഹാബികൾ ഈ ഉമ്മത്തിനുള്ള നിർഭയത്വമായിരുന്നു. അവർ മരണപ്പെട്ടതോടുകൂടി ഈ ഉമ്മത്തിലേക്ക് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ദീനിന്റെ കാര്യത്തിൽ ധാരാളം ബിദ്അത്തുകളുമെല്ലാം കടന്നു വരികയുണ്ടായി. അതാണ് സഹാബികൾക്കുള്ള മറ്റൊരു ശ്രേഷ്ഠതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ സഹാബികൾ എല്ലാവരും ശ്രേഷ്ഠതയുള്ളവരാണ്. എന്നാൽ സഹാബികൾക്കിടയിൽ ശ്രേഷ്ഠതയിൽ ഏറ്റ വ്യത്യാസമുണ്ടോ? പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്ന കാര്യം എന്താണ്? സഹാബികൾക്കിടയിൽ അവർക്കിടയിൽ ശ്രേഷ്ഠതയിൽ ഏറ്റ വ്യത്യാസമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠരായവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാൻ, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവാൻ, അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാൻ, അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവാൻ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതായി കാണാം, ഹും ഫിൽ ഫദ്ലി കതർതീബിഹിം ഫിൽ ഖിലാഫ, അവർ ഖിലാഫത്തിൽ എങ്ങനെയാണോ അവരുടെ ക്രമം അതുപോലെ തന്നെയാണ് ശ്രേഷ്ഠതയുടെ വിഷയത്തിലും അവരുടെ ക്രമം. ആദ്യം അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി റളിയല്ലാഹു അൻഹും. ഇവരാണ് സഹാബികളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 4 സ്ഥാനക്കാർ. അതിനുശേഷം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മറ്റു സഹാബികളുണ്ട്, 10 സഹാബികളുണ്ട്. അതിൽ 4 എണ്ണം നാം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി വരുന്ന 6 സഹാബികൾ അവരാണ് പിന്നീട്. അതിനുശേഷം അഹ്ലു ബദർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, പിന്നീട് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, പിന്നീട് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബികൾ. ഇതാണ് സഹാബത്തിന്റെ അവരുടെ ഫضൽ, അവരുടെ ശ്രേഷ്ഠതയുടെ അതിന്റെ ക്രമം ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നാം മുമ്പ് പറഞ്ഞതുപോലെ അൻസാറുകളെക്കാൾ മുഹാജിറുകൾക്ക് മൊത്തത്തിൽ ശ്രേഷ്ഠതയുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികൾ 10 എണ്ണമാണ്. ഒരു ഹദീസിൽ റസൂലുള്ള 10 സഹാബികളുടെ പേര് എണ്ണി പറയുന്നുണ്ട്. അതിൽ 4 എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളവരാരാണ്? ഇബ്നു അബീ ദാവൂദ് അദ്ദേഹം തന്റെ ഹായിയയിൽ പറഞ്ഞതായി കാണാം, സഈദുൻ വസഅദുൻ വബ്നു ഔഫ് വതൽഹതു وعامير فهر والزبير الممدح سعيد بن زيد وسعد بن أبي وقاص عبد الرحمن بن عوف طلحة بن عبيد الله أبو عبيدة عامر بن الجراح الزبير بن العوام. ഈ 6 ആളുകളാണ്. ഇവരാണ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മറ്റ് 6 പേർ. ഇവർക്കിടയിൽ എന്തില്ല? ശ്രേഷ്ഠതയിൽ ക്രമങ്ങളില്ല. എന്നാൽ ആദ്യത്തെ 4 പേർക്കിടയിൽ ക്രമമുണ്ട്. ആദ്യം അബൂബക്കർ, പിന്നീട് ഉമർ, പിന്നീട് ഉസ്മാൻ, പിന്നീട് അലി റളിയല്ലാഹു അൻഹു. ഇനി സഹാബി വനിതകൾ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ 3 ആളുകളാണ്, ഖദീജത്തു വആയിഷത്തു വഫാത്തിമത്തു റളിയല്ലാഹു അൻഹുൻ. ഇവരാണ് സഹാബി വനിതകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇവരിൽ ആരാണ് ശ്രേഷ്ഠർ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചില ആളുകൾ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയാണ്, ചിലർ പറഞ്ഞു ഖദീജയാണ്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറഞ്ഞതായി കാണാം, നബിയുടെ ഇസ്ലാമിന്റെ തുടക്കകാലം വെച്ച് നോക്കുമ്പോൾ ആരാണ് ശ്രേഷ്ഠർ? ഖദീജയാണ്. എന്നാൽ ഇസ്ലാമിന്റെ അവസാന കാലം വെച്ച് നോക്കുമ്പോൾ ആയിഷയാണ്. നബിയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്തവർ അത് ആയിഷയാണ്. അങ്ങനെ ആ 2 നിലക്കും പരിഗണിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം അങ്ങനെ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സഹാബികൾക്കിടയിൽ ശ്രേഷ്ഠതയിൽ ഏറ്റ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇതറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മതി ഖലീല ലത്തഖദ്തു അബാ ബക്രിൻ ഖലീല. എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെയെങ്കിലും ഞാൻ ഉറ്റ കൂട്ടുകാരനായി, ഉറ്റമിത്രമായി ഞാൻ ആരെയെങ്കിലും സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ ഉറ്റമിത്രമായി സ്വീകരിക്കുമായിരുന്നു. ഇത് അബൂബക്കറിനുള്ള ശ്രേഷ്ഠതയാണ്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, കുന്നാ നതഹദ്ദസു അലാ അഹ്ദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇന്ന ഖൈറ ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്ർ വ ഉമർ വ ഉസ്മാൻ. ഈ ഉമ്മത്തിലെ നബിക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്, പിന്നീട് ഉസ്മാനാണ് എന്ന കാര്യം നബി ജീവിച്ചിരിക്കെ തന്നെ ഞങ്ങൾ പറയാറുണ്ട്.
അങ്ങനെ ഫയബ്ലു ദാലിക നബി, ഈ വാർത്ത നബിയുടെ അരികിൽ എത്താറുണ്ട്. പക്ഷേ ഫലാ യുൻകിറുഹു അലൈന, അതിന്റെ പേരിൽ നബി ഞങ്ങളെ വിലക്കിയിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറയുകയാണ്. ഒരിക്കൽ അംർ ഇബ്നു ആസ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബിയെ ജനങ്ങളിൽ ആരോടാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷത്തു, ആയിഷയോടാണ്. പിന്നീട് അവിടുന്ന് ചോദിച്ചു, മിനൽ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നബിയെ താങ്കൾക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം? നബി പറഞ്ഞു, അബൂഹ, അവളുടെ ഉപ്പ. ഈ ഉത്തരത്തിലും ശരിക്കെന്തുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള ഇഷ്ടമുണ്ട്. നബി അബൂബക്കർ എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താണ് പറഞ്ഞത്? അവളുടെ ഉപ്പ. ഇതും ആയിഷ ബീബിയോടുള്ള നബിയുടെ അങ്ങേയറ്റത്തെ സ്നേഹത്തെയാണ് അറിയിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നബിക്ക് പുരുഷന്മാരുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ്. ഇത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയാണ്. എന്നിട്ട് ആ സഹാബി ചോദിച്ചു, സുമ്മമൻ, പിന്നീട് ആരാൻ? അവിടുന്ന് പറഞ്ഞു, സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു. പിന്നീട് കുറച്ച് ആളുകളുടെ പേര് അവിടുന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനാണ് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ. ഫാത്തിമയിലുള്ള മകനല്ല, വേറെ ഭാര്യയിലുള്ള മകനാണ്. ആ മകൻ തന്റെ പിതാവിനോട് അഥവാ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി ഖൈറുൻ ബഅദ റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ വ്യക്തി ആരാണ്? അദ്ദേഹം പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ ആരാണ്? അദ്ദേഹം പറഞ്ഞു, സുമ്മ ഉമറാണ്. എന്നിട്ട് ഈ മകൻ പറയുകയാണ്, മൂന്നാമതായി അദ്ദേഹം ഉസ്മാൻ എന്ന് പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം മകൻ വിചാരിച്ചിരുന്നത് ഉസ്മാനിനേക്കാൾ പദവി ആരാണ്? അലിയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ മകൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, സുമ്മ അൻത, ഉമർ കഴിഞ്ഞാൽ പിന്നെ താങ്കളാണോ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട കേവലം ഒരു വ്യക്തി മാത്രമാണ് എന്ന് അദ്ദേഹം അവിടുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അദ്ദേഹം അവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കട്ടിൽ കിടത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പിറകിലൂടെ വന്ന് ഒരാൾ അദ്ദേഹത്തിന്റെ ചുമലിൽ കൈമുട്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റഹിമക്കല്ലാഹ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ കൂട്ടുകാരുടെ കൂടെ അള്ളാഹു താങ്കളെ ആക്കിയിരിക്കുന്നു. അഥവാ അബൂബക്കറിന്റെയും ഉമറിന്റെയും കൂടെ, അവരുടെ കൂടെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മറമാറിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലിഅന്നി കസീറൻ മാ കുൻതു അസ്മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് ഇപ്രകാരം ധാരാളമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുൻതു വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ആയിരുന്നു. വഫഅൽതു അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഇങ്ങനെ ചെയ്തു. അതല്ലെങ്കിൽ വൻ തലഖ്തു അബൂബക്രിൻ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഇന്ന സ്ഥലത്തേക്ക് പോയി. റസൂലുള്ളാഹി ധാരാളമായി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആ വ്യക്തി പറയുകയാണ്. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അദ്ദേഹം തിരിഞ്ഞു നോക്കി, ആരാണ് ഈ പറയുന്നത്? നോക്കുമ്പോൾ അത് അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹമാണ്. അപ്പോ അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം തന്നെ ധാരാളം തവണ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതായി കാണാം. 80-ലധികം തവണ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്, ഈ ഉമ്മത്തിലെ മുഹമ്മദ് നബിക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാണ്? അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്, പിന്നീട് ഉസ്മാനാണ് എന്ന് പ്രഖ്യാപിച്ച കാര്യമാണ്. പക്ഷേ ഷിയാക്കൾ അദ്ദേഹത്തിന്റെ ആ വാക്ക് എടുക്കുന്നില്ല, അദ്ദേഹത്തെ കളവാക്കുകയാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതായി കാണാം, ഷിയാക്കൾ അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ കളവാക്കുകയാണ്. ഏതുപോലെ? നസാറാക്കൾ ഈസ അലൈഹിസ്സലാമിനെ നിഷേധിക്കുന്നത് പോലെ, യഹൂദികൾ മൂസ അലൈഹിസ്സലാമിന്റെ വാക്കിനെ കളവാക്കുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ കളവാക്കുകയാണ് ആര്? ഷിയാക്കൾ. കാരണം ഷിയാക്കളുടെ വാദം എന്താണ്? നബി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ അലിയാണ് എന്നാണ് അവരുടെ വാദം. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? നബി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അബൂബക്കറാണ്, ഉമറാണ്, ഉസ്മാനാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലും ഈ വാദം പറയുന്ന ചില ആളുകൾ ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഖാസിമി അദ്ദേഹം പറയുന്നത് കാണാം, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും പ്രധാനരാരാണ്? അലിയാണ്, അതിൽ സംശയം വേണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? അബൂബക്കറിന്റെ ഈമാനൊക്കെ ഓക്കെയാണ്, പക്ഷേ ഷറഫിലും ഫദലിലും ഏറ്റവും മഹാനാരാ? സയ്യിദുന അലിയല്ലേ, അലി ഭയങ്കര ആളാ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസാരമാണ്. അലി അദ്ദേഹത്തെ എന്താക്കാണ്? അവർ മുഞ്ചിക്കുകയാണ്. ഷിയാക്കളുടെ വാദമാണ്. അത് നമ്മുടെ കേരളത്തിലും ചില ആളുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ, എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായി നാം മനസ്സിലാക്കേണ്ട കാര്യം,
സഹാബികളുടെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കി. ഇനി സഹാബികൾ അവർക്ക് തെറ്റുപറ്റുകയില്ല എന്നതാണോ അഹ്ലുസുന്നയുടെ വിശ്വാസം? അല്ല, അവർക്ക് മാനുഷികമായ തെറ്റുകൾ, പാപങ്ങൾ അവർക്ക് സംഭവിക്കാം. പക്ഷേ അതവരുടെ വിശ്വാസതയെയും അതേപോലെ അവരുടെ തഖ്വയെയും അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നതല്ല. അവർക്ക് ഇസ്മത്തില്ല, അവർ പാപസുരക്ഷിതരല്ല, അവർക്ക് പാപങ്ങൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. പക്ഷേ അവരിൽ നിന്ന് സംഭവിക്കുന്ന പാപങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നത് പോലെയല്ല. അത് സഹാബികളുടെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ അതിനെ പൊറുക്കുന്ന 5 കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? തൗബ തന്നെയാണ്. തൗബ. സഹാബികൾ അവരിൽ വല്ല തെറ്റുകൾ സംഭവിച്ചാൽ അവർ പെട്ടെന്ന് തൗബ ചെയ്യും. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ തൗബ ചെയ്തവൻ ആരെ പോലെയാണ്? അത്തായിബു മിനസ് ദംബി കമൻ ലാ ദംബ ലഹു. തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് തൗബ ചെയ്തവൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവർ ചെയ്യുന്ന തൗബയാണ്. അവർ നമ്മളെ പോലെയല്ല, തെറ്റുകൾ ചെയ്താൽ ഉടനെ തന്നെ ഖേദിച്ചു മടങ്ങുന്ന ആളുകളാണ്. രണ്ടാമത്തേത് എന്താണ്? അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജിഹാദിലേർപ്പെട്ടവരാണ്, യുദ്ധത്തിലേർപ്പെട്ടവരാണ്. ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വമാ യുദ്രീക ലഅല്ലല്ലാഹ ഇത്ലഅ അലാ അഹ്ലി ബദർ. താങ്കൾക്ക് എന്തറിയാം? ബദറിൽ പങ്കെടുത്ത ആളുകളെ നോക്കി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് ഞാൻ എല്ലാം മാപ്പാക്കി തന്നിട്ടുണ്ട് എന്ന് ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അതുകൊണ്ട് റസൂലിന്റെ കൂടെ ജിഹാദിൽ പങ്കെടുത്തവരാണ് അവർ. അതുകൊണ്ട് അവരിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ തെറ്റുകൾ അതൊക്കെ അത് മുഖേന മായ്ക്കപ്പെടുന്നതാണ്, അതില്ലാതാക്കുന്നതാണ്. അതുപോലെ മൂന്നാമത്തേത് അവർ ചെയ്ത വലിയ വലിയ നന്മകൾ. നാം നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരു ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ അത് സഹാബികൾ ചെലവഴിക്കുന്ന മുദ്ദോ അതിന്റെ പകുതിയോ വരികയുള്ളൂ. അത് അവരുടെ സ്വതക്കയുടെ കാര്യമാണ്. എന്നാൽ അവർ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, മറ്റ് ഇബാദത്തുകൾ, ജിഹാദുകൾ, ഇതൊക്കെ അതിനേക്കാൾ എത്രയോ ഉയർന്നതാണ്. സ്വതക്കയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ സ്വതക്കയല്ലാത്ത മറ്റ് ഇബാദത്തുകളൊക്കെ അതങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദീനിലുള്ള കാര്യമാണ് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ അത് തിന്മകളെ മായ്ച്ചു കളയും. അപ്പോൾ സഹാബികളുടെ നന്മകൾ എന്ന് പറയുന്നത് അത് നമുക്ക് ആലോചിക്കുക പോലും സാധ്യമല്ല. അപ്പോൾ അവരുടെ നന്മകൾ, അവർ ചെയ്തു കൂട്ടിയ ജിഹാദുകളും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ അനുഭവിച്ച പ്രയാസങ്ങളുമൊക്കെ നാം പരിശോധിക്കുകയാണെങ്കിൽ അവർ ചെയ്ത തെറ്റുകളൊക്കെ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് അതെല്ലാം. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്ന വിഭാഗം, അതിലേറ്റവും ഒന്നാമത്തെ സ്ഥാനം അത് സ്വഹാബികൾക്ക് തന്നെയാണ്. റസൂലുള്ളാഹി പറഞ്ഞതായി കാണാം, നാളെ പരലോകത്ത് റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യും തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈഅ. എന്റെ ഉമ്മത്തിൽ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ടവർക്ക് വേണ്ടി നാളെ പരലോകത്ത് റസൂലുള്ളാഹി ശുപാർശ ചെയ്യും. അപ്പോൾ തൗഹീദിനെ സ്ഥിരപ്പെടുത്തിയ ആളുകൾ, അതിനെ സാക്ഷാത്കരിച്ച ആളുകൾ, അവരാണ് സഹാബികൾ. അതുകൊണ്ട് റസൂലിന്റെ ശുപാർശയിൽ അത് എന്തുകൊണ്ടും അത് ലഭിക്കാൻ അർഹരായവർ ആരാണ്? സ്വഹാബികളാണ്. അതുകൊണ്ട് റസൂലിന്റെ ശുപാർശ ലഭിക്കുന്നതോടുകൂടി അവരുടെ മറ്റു തിന്മകളൊക്കെ അതോടുകൂടി ഇല്ലാതാവുകയാണ്. അതുപോലെ അഞ്ചാമതായി അവർ ഈ ദുനിയാവിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, അവരുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഒരു മുള്ളു തറക്കുന്നത് പോലും നമ്മുടെ പാപങ്ങൾ മയക്കുന്ന കാര്യമാണ്. എന്നാൽ അവർ ദീനിനു വേണ്ടി അങ്ങേയറ്റം പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് സംഭവിച്ചു പോയ ചെറിയ ചെറിയ തെറ്റുകൾ, പാപങ്ങൾ അത് മുഖേന മായ്ക്കപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഈ അഞ്ചാലൊരു കാര്യം അവർക്കുണ്ടാകും, എന്തായാലും ഉണ്ടാകും. ചിലപ്പോൾ ഒന്നോ അതിലധികമോ കാര്യങ്ങൾ സഹാബികൾക്ക് ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തതായി സഹാബികൾ, അവർക്കിടയിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, അവർക്കിടയിൽ പരസ്പരം പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്തായിരിക്കണം? സഹാബികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ, ആ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? ഒന്നാമതായി അസ്സംതു അമ്മാ ശജറ ബൈനഹും. അവർക്കിടയിലുണ്ടായ ആ തർക്കങ്ങൾ, ആ കുഴപ്പങ്ങൾ, അതിനെക്കുറിച്ച് നാം മൗനം പാലിക്കുക. അതിങ്ങനെ വിളിച്ചു പറയുകയല്ല, മറിച്ച് അത് മറച്ചു വെക്കുക. അതിലേക്ക് ആഴത്തിലിറങ്ങി പഠിക്കുകയോ അതല്ലെങ്കിൽ ആഴത്തിലിറങ്ങി അതിലൊരു പക്ഷം ചേരുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? അത് മറച്ചു വെക്കുകയാണ് വേണ്ടത്. രണ്ടാമതായി അന്നഅതഖിദ അന്നഹും ഫീഹി മുജ്തഹിദൂൻ. അവർ ഈ പരസ്പരമുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ ആ യുദ്ധത്തിലൊക്കെ അവരെത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? അത് അവരുടെ ഇജ്തിഹാദിന്റെ ഫലമായിക്കൊണ്ടാണ്. അതല്ലാതെ മറുവിഭാഗത്തെ അടിച്ചമർത്തണമെന്നോ അവരെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ആഗ്രഹിച്ചുകൊണ്ടല്ല. മറിച്ച് രണ്ടു പക്ഷത്തുള്ള ആളുകളും രണ്ടുപേരും കുറ്റക്കാരല്ല. അവർ രണ്ടുപേരും കുറ്റക്കാരല്ല. അവർ തങ്ങളുടെ ഇജ്തിഹാദിന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിച്ച നിലപാടിന് വേണ്ടി നിലകൊണ്ടു. അങ്ങനെ അവർ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ ശരിയുടെ പക്ഷത്തുള്ളവർക്ക് 2 പ്രതിഫലവും ആ ഇജ്തിഹാദിൽ അവർക്ക് തെറ്റുപറ്റിയവർക്ക് 1 പ്രതിഫലവുമുണ്ട് എന്നാണ് നാം വിശ്വസിക്കുന്നത്.
എങ്ങനെയാണെങ്കിലും അവർക്കെന്താണ്, അവർ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് അവർക്ക് അതിന്റെ വിഷയത്തിൽ പ്രതിഫലമാണ് ലഭിക്കുക. അതാണ് നാം വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിലേക്ക് നാം കൂടുതലായി ഇറങ്ങി ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പക്ഷം ചേർന്ന് മറുവിഭാഗത്തിലുള്ള സഹാബികളെക്കുറിച്ച് മോശമായി പറയുവാനും പ്രചരിപ്പിക്കുവാനും നമുക്ക് അനുവാദമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന വല്ലതുമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഇത്തരത്തിലേക്ക് നമ്മുടെ കർമ്മമായി നമ്മുടെ വിശ്വാസപരമായി ബന്ധപ്പെടുന്ന മേഖലകളല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആഴത്തിലിറങ്ങി അതിൽ ചർച്ച ചെയ്ത് അതിൽ ഇന്ന സഹാബികളെക്കുറിച്ച് മോശമായ ധാരണ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാതിലുകൾ, കവാടങ്ങൾ അത് നാം തുടക്കത്തിലെ അടക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തോട് സഹാബികൾക്കിടയിലുണ്ടായ ഈ കുഴപ്പങ്ങൾ, യുദ്ധങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, തിൽക ദിമാഉൻ തഹറല്ലാഹു യദീ മിൻഹ, അല്ലാഹു എന്റെ കരങ്ങളെ, അവരുടെ രക്തം പുരളാതെ എന്റെ കരങ്ങളെ അല്ലാഹു അതിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, അഫല ഉതഹിറു മിൻഹാ ലിസാനി, എന്നിരിക്കെ എന്റെ നാവ് കൊണ്ടും നാം അവരെക്കുറിച്ച് അതിൽ നിന്നും നാം എന്റെ നാവിനെയും സംരക്ഷിക്കേണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ച ആളുകളോട് മറുപടി പറഞ്ഞതായി കാണാം. അഥവാ ആ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ അവരെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവരെക്കുറിച്ച് എന്താണ് മോശമായി പറയാൻ അദ്ദേഹം തുനിയുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി അടുത്തതായി സഹാബികൾ അവരെ ചീത്ത പറയുന്ന, അവരെ ആക്ഷേപിക്കുന്നതിന്റെ ഹുക്മ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആദ്യമായി സഹാബികളെ ചീത്ത പറയുക, അവരെ ആക്ഷേപിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ്. അത് വൻ പാപത്തിലാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം സഹാബികളെ ചീത്ത പറയുക എന്നുള്ളത് അവർ ദീനിന്റെ വാഹകരാണ്. ആ ദീനിന്റെ വാഹകർ അവർ കൊണ്ടുവന്നതിനെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. അതുപോലെ ആ സഹാബികൾ അവർ റസൂലിന്റെ അനുചരന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ സഹാബികളെ ചീത്ത പറയുക എന്നത് ആ റസൂലിനെ ചീത്ത പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സഹാബികളെ ചീത്ത പറയുന്നത് കുഫറാകുന്നതുണ്ട്, കുഫറാകാത്തതുമുണ്ട്. ഒന്നാമത്തെ കുഫറാകുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ്? ഒരാൾ സഹാബികളെ മുഴുവൻ ചീത്ത പറയുകയാണ്, എല്ലാ സഹാബികളെയും ചീത്ത പറയുകയാണ്. അതല്ലെങ്കിൽ അവരെല്ലാവരും കാഫിറുകളാണ് എന്ന് പറയുകയാണ്, അവരെ ആക്ഷേപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് കുഫറാകുന്ന ആക്ഷേപമാണ്. രണ്ടാമത്തേത് സബ്ബു ശൈഖൈൻ അബീ ബക്രിൻ വ ഉമർ, അബൂബക്കറിനെയും ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ ചീത്ത പറയുക. കാരണം അവരുടെ വിഷയത്തിൽ അവരുടെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അവരെ ചീത്ത പറയുന്നവർ സ്വാഭാവികമായും അവരെക്കാൾ താഴെയുള്ള സഹാബികളെയും ചീത്ത പറയാൻ തുനിയുന്നതാണ്. അതുകൊണ്ട് അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത പറയുക എന്നത് അത് കുഫറാകുന്ന ആക്ഷേപമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. മൂന്നാമത്തേത് ധാരാളം ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള സഹാബികളുണ്ട്. ഉസ്മാൻ, അലി, അബൂ ഹുറൈറ, അൽ ഹസൻ ബിൻ അലി, മുആദ് ബിൻ ജബൽ, അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള മുതവാത്തിറായ നിലക്ക് ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള സഹാബികളെ കുറിച്ച് ഒരാൾ ചീത്ത പറയുകയാണെങ്കിൽ, അവരെ ആക്ഷേപിക്കുകയാണെങ്കിൽ അതും കുഫറാകുന്ന ആക്ഷേപമാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. നാലാമത്തേത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ ചില ആളുകൾ വ്യഭിചാരം ആരോപിക്കുകയുണ്ടായി. അതിൽ നിന്നും അല്ലാഹു അവരെ പരിശുദ്ധപ്പെടുത്തുകയുണ്ടായി. ഈ വിഷയത്തിൽ ആരെങ്കിലും അവർക്കെതിരെ ആക്ഷേപിക്കുകയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹു പരിശുദ്ധപ്പെടുത്തിയ വിഷയത്തിൽ വീണ്ടും ആരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ അവരും കാഫിറായിത്തീരുന്നതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ കാര്യം രേഖപ്പെടുത്തിയതായി കാണാം. അഞ്ചാമതായി അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഉലൂഹിയത്തുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നുബൂവത്തുണ്ട്, നുബൂവത്തിൽ ലഭിക്കാൻ അദ്ദേഹം അർഹനായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹം വഹി മാറി നൽകിയതാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് മറ്റു സഹാബികളെ കുറ്റപ്പെടുത്തുന്നവർ, ഇതും കുഫറാകുന്ന ആക്ഷേപമാണ്. എന്നാൽ കുഫറല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതുപോലെ സഹാബികളുടെ ദീനിനെ ബാധിക്കാത്ത ചില കാര്യങ്ങൾ. അവർ പിശുക്കന്മാരാണ്, അവർ ദുനിയാവിനോട് സ്നേഹമുള്ളവരാണ്, ഇൽമു കുറഞ്ഞവരാണ്, സുഹൃദില്ലാത്തവരാണ്, ഇങ്ങനെയൊക്കെ സഹാബികളെ ആക്ഷേപിക്കുക എന്നത് അത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഒരാൾ കുഫറിലേക്ക് പോകുന്നില്ല, അതും ഒഴിവാക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ മുസ്ലിം ഭരണാധികാരികൾ ഉള്ള നാടുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ അവരെ ജയിലിൽ അടക്കേണ്ടതുണ്ട്. അവർ തൗബ ചെയ്യുകയോ അല്ലെങ്കിൽ മരിക്കുന്നതുവരെയോ അവരെ തടവറയിൽ ഇടുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം മൈമൂൻ ഇബ്നു മിഹ്റാൻ അദ്ദേഹത്തോട് പറയുകയാണ്, യാ മൈമൂൻ ലാ തസുബ്ബ സലഫ്, നീ സലഫുകളെ ചീത്ത പറയരുത്. അഥവാ സഹാബികളാണ് അതിൽ മുൻപന്തിയിൽ, അവരെ നീ ചീത്ത പറയരുത്. വദ്ഖുലിൽ ജന്നത ബിസലാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് സമാധാനത്തോടുകൂടി നിനക്ക് പ്രവേശിക്കാം എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. ഇനി സഹാബികൾ
അവരോട് എതിരെ നിൽക്കുന്ന, അവരോട് ശത്രുത പുലർത്തുന്ന പല വിഭാഗങ്ങളുമുണ്ട്, പിഴച്ച കക്ഷികളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഖവാരിജികളായ ആളുകൾ. അവർ അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എന്നാൽ ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുമ അവരെ കാഫിറാക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം സഹാബിമാരെ കാഫിറാക്കുന്ന വിഭാഗമാണ് ഖവാരിജികളായ ആളുകൾ. രണ്ടാമത്തെ വിഭാഗമാണ് റാഫിദികൾ, ഷിയാക്കളുടെ വിഭാഗമാണ്. അവർ നബി കുടുംബത്തിന്റെ വിഷയത്തിൽ അതിരുകവിന്റെ വിഭാഗമാണ്. അവർ പറയുന്നത് നബിയുടെ മരണശേഷം എണ്ണപ്പെട്ട ചില സഹാബിമാരല്ലാത്ത ബാക്കി എല്ലാവരും ഒന്നുകിൽ മുനാഫിക്കുകളായി അതല്ലെങ്കിൽ മുർത്തദ്ദുകളായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. അവർ പറയുന്നത്, ചില ആളുകൾ പറയുന്നത് 3 ആളുകളാണ്, 5 ആളുകളാണ്, 9 ആളുകളാണ്. അങ്ങനെ വിരലിൽ എണ്ണാവുന്നവരല്ലാതെ ബാക്കി എല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്നാണ് റാഫിദികളായ ആളുകൾ, ഷിയാക്കളുടെ വിഭാഗത്തിൽപ്പെട്ട അവർ പറയുന്നത്. സഹാബികളെ ചീത്ത വിളിക്കുക, അവരെ ശപിക്കുക എന്നത് ഒരു ഇബാദത്തായി സ്വീകരിച്ച വിഭാഗമാണ് അവർ. അതുപോലെ നബി കുടുംബത്തിൽപ്പെട്ട അലി, ഹുസൈൻ, ഹസൻ, ഫാത്തിമ ഇവർക്കൊക്കെ അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ വകവെച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വകവെച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് റാഫിദികളായ ആളുകൾ. മൂന്നാമത്തെ വിഭാഗമാണ് അൻ-നവാസിബ്, അഥവാ നബി കുടുംബത്തോട്, പ്രത്യേകിച്ച് അലി റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവർ. ഈ ഒരു വിഭാഗം പണ്ട് ഷാമിലുണ്ടായിരുന്ന ആളുകളാണ്. അവർ ഇന്ന് ഒരു കക്ഷികളായി, ഒരു വിഭാഗമായി ഇന്ന് അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നബി കുടുംബത്തെ ആക്ഷേപിക്കുന്നവർക്കെല്ലാം നവാസിബിൽ നിന്ന്, ആ വിഭാഗത്തിൽ നിന്ന് അവരുടെ ഒരു ഓഹരി അവർക്ക് ലഭിക്കുന്നതാണ്. നാലാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അൽ അഖ്ലാനിയൂൻ, അൽ ഖുർആനിയൂൻ. ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. അവരും സഹാബികളുടെ വിഷയത്തിൽ അവർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. ധാരാളം സഹാബികൾക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദീൻ അത് ശരിയായ സ്രോതസ്സിൽ നിന്നും പഠിക്കുവാൻ ശ്രമിക്കുക. അഹ്ലുസുന്നയുടെ ഇമാമുമാർ അവർ രചിച്ച കിതാബുകളിൽ നിന്ന് പഠിക്കുക. സഹാബികളുടെ ശ്രേഷ്ഠതകൾ തിരിച്ചറിയുകയും അവരുടെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.